എന്റെ അമ്മ പെങ്ങന്മാരെ, ഈ അമ്മ പെങ്ങന്മാരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആചാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും പോലുള്ളവരെ നമ്മുടെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റിക്കൊണ്ടുപോയപ്പോൾ പൂജാമുറിയിൽ നിന്ന് നെഞ്ചത്തടിച്ച് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ച് കരഞ്ഞ എന്റെ സഹോദരിമാരാണ് ഇപ്പോൾ ഇത് ഈ പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സന്നദ്ധരായി രംഗത്ത് വന്നിട്ടുള്ളത്. അവരാണ് വന്നിട്ടുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മറക്കാൻ കഴിയുമോ 2 വർഷം മുൻപത്തെ മണ്ഡലകാലം? 2 വർഷം മുൻപത്തെ മണ്ഡലകാലം നമുക്ക് മറക്കാൻ കഴിയുമോ? നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ ഒക്കെ ചവിട്ടി വലിച്ച് ഇവിടുത്തെ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ നമുക്ക് മറക്കാൻ കഴിയോ? 2 വർഷത്തിനിപ്പുറം ഈ മണ്ഡലകാലത്ത് ആരാ സമരവുമായി തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൂടെ പോയപ്പോ എനിക്ക് തമാശയാണ് തോന്നിയത്. CPM-കാരൊക്കെ റോഡരികിൽ ബാനർ പിടിച്ചിട്ടിരിക്കുക, കേന്ദ്ര വിരുദ്ധ സമരം, ഏജൻസികൾക്കെതിരെ, കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരം ചെയ്യാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കേന്ദ്ര വിരുദ്ധ സമരത്തിന് മണ്ഡലമാസത്തിൽ കേന്ദ്ര വിരുദ്ധ സമരത്തിന് ആഹ്വാനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മണ്ഡലം 1 ആകുന്നതിന് മുമ്പ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. മണ്ഡലം 1 ആകുന്നതിന് മുമ്പ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ആലോചിച്ച് നോക്കി, എങ്ങനെയാ പുറത്തു പോകുന്നത്? എന്താ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന ആൾ പുറത്തു പോകാൻ കാരണം എന്താ? മൂപ്പരുടെ മക്കളുടെ ബിസിനസ്. എന്താ മൂപ്പരുടെ മക്കളുടെ ബിസിനസ്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഏത് കേസിലെ പ്രതിയാ? ഏത് മകൻ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ 2 മക്കളുണ്ട് കേട്ടോ. ഒന്ന് ബിനോയ് കോടിയേരി, ഒന്ന് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി ഏത് കേസിലെ പ്രതിയാ? ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രതിയാണ്. ബിനോയ് കോടിയേരി ഏത് കേസിലെ പ്രതിയാണ്? ബലാത്സംഗ കേസിലെ പ്രതിയാണ്. ഒരു മകൻ ബലാത്സംഗ കേസിലെ പ്രതി, മറ്റൊരു മകൻ മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രതി. നല്ല ബെസ്റ്റ് തന്ത. ആലോചിച്ച് നോക്ക്, ഇതുപോലൊരു തന്തയെ കേരളം കണ്ടിട്ടുണ്ടോ? ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്തെ CPM-ന്റെ ഏറ്റവും പരമോന്നത സമിതിയിലെ അംഗമായ കോടിയേരി ബാലകൃഷ്ണന്റെ 2 മക്കൾ, ഒരുത്തൻ ബലാത്സംഗ കേസിലെ പ്രതി, ഒരുത്തൻ മയക്കുമരുന്ന് കടത്ത കേസിലെ പ്രതി. എന്നിട്ടാണ് DYFIയുടെ ചില ഊള നേതാക്കൾ നിന്ന് പ്രസംഗിക്കുന്നത്, ബാലമംഗലത്തിൽ കുട്ടികൾ പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലേ? ശ്രീകൃഷ്ണൻ എനിക്ക് കുട്ടികളെ വേഷം കെട്ടിവിട്ടാൽ കംസനായി മാറും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ആരാ കംസൻ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, DYFIയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിടുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവരൊക്കെ മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നേതാക്കളുടെ മക്കൾ ഇപ്പൊ മയക്കുമരുന്ന് കടത്തലിലെ കേസിൽ പ്രതിയാണ്. DYFIയിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുന്നിൽ രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ടല്ലോ, എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കള് വൈകിട്ട് നിങ്ങളുടെ മക്കള് വീട്ടിൽ തിരിച്ചു വരുമ്പോ പോക്കറ്റിൽ ഒരു 10 റുപ്യ അധികം കണ്ട നിങ്ങൾ ചോദിക്കില്ലേ, എവിടുന്നാ മോനെ ഈ പൈസ? ആരാണ് നിനക്ക് ഈ പൈസ തന്നത്? എങ്ങനെയാ നിനക്ക് ഈ പൈസ കിട്ടിയത്? അനർഹമായി കിട്ടിയ 10 രൂപയാണെങ്കിൽ നിങ്ങൾ മകനെ ശിക്ഷിക്കും. അന്തസ്സുള്ള അച്ഛനും അമ്മയും അങ്ങനെയല്ലേ? അനർഹമായി നേടിയ 10 രൂപയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും നിങ്ങൾ മടിക്കില്ല. അങ്ങനെയാണ് അച്ഛനും അമ്മയും. ഒരു തവണ ഒരുപക്ഷെ ശാസിച്ചെന്ന് വരും. 2ഉം 3ഉം തവണയായാൽ പിന്നെ ആ മകനെതിരെ ശക്തമായിട്ടുള്ള നടപടി, നിലപാട് അച്ഛനമ്മമാർ സ്വീകരിക്കും. അതാണ് നമ്മുടെ പാരമ്പര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ ബിനീഷ് കോടിയേരിക്കെതിരായി കേരള സമൂഹത്തിൽ എത്ര കാലമായി ചർച്ച നടക്കുന്നു? എത്ര കാലമായി കേരള സമൂഹം ബിനീഷ് കോടിയേരിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നു? കിളിരൂർ കവിയൂർ കേസ്, മർക്കിൻസ്റ്റൺ ഭൂമി ഇടപാട് കേസ്, പോൾ മുത്തൂറ്റ് വധക്കേസ്, സേവി മനോ മാത്യുവുമായിട്ടുള്ള ബന്ധം, അങ്ങനെ പ്രമാദമായിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ ബിനീഷ് കോടിയേരിക്കെതിരായി കേരളത്തിൽ എത്രയോ ചർച്ചകൾ നടന്നല്ലോ. ബിനീഷ് കോടിയേരി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ലക്ഷറി വാഹനങ്ങൾ, ബെൻസും ഹാർലി ഡേവിഡ്സൺ ബൈക്കും, അതുപോലെ തന്നെ ലക്ഷറി വാഹനങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോ എന്തേ കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചില്ല, മോനെ അനക്ക് എവിടുന്നാണ് ഈ പൈസ? സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ പൈസയാണോ? അല്ലല്ലോ. നമ്മള് പഴയ ഒരു സിനിമയിൽ പറയുന്ന പോലെ മുഖത്ത് ഷോക്ക് അടിപ്പിച്ചാൽ പോലും ഭാവം വരാത്ത ബിനീഷ് കോടിയേരിക്ക് ആരോടോ പൈസ കൊടുക്കുക? കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് എന്ന ലേവലിൽ കുറച്ച് സിനിമ കിട്ടിയിട്ടുണ്ടാവും.
അതല്ലാതെ ബിനീഷ് കോടിയേരി ആരാ? മോഹൻലാലാ ഇത്ര വലിയ വണ്ടികൾ വാങ്ങാൻ? ഇത് ചോദിക്കണ്ടേ? ഇത് ചോദിച്ചില്ല എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ തെറ്റെന്ന് കരുതിയാൽ നമുക്ക് തെറ്റി. അങ്ങനെയല്ല. ഈ പറയുന്ന കള്ളക്കച്ചവടങ്ങളിലൊക്കെ കോടിയേരി ബാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും പങ്ക് എന്തായിരുന്നു എന്ന് കൂടി അന്വേഷിക്കണ്ടേ? ഈ കോടിയേരിയുടെ കുടുംബം എങ്ങനെ ഇത്ര ധനം ഉണ്ടാക്കി, ഈ ധനം സമ്പാദിച്ചു എന്നതുകൂടി അന്വേഷണ വിധേയമാക്കണ്ടേ? അത് അന്വേഷണ വിധേയമാക്കപ്പെടും എന്ന് ഭയന്നിട്ടാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM ചെന്നപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്ക്. CPM-ന്റെ നേതൃത്വം ഇത്രത്തോളം അധപ്പതിച്ചൊരു കാലം മുൻപുണ്ടായിട്ടുണ്ടോ? ഇപ്പോ ED-യുടെ അന്വേഷണം ഊരാളുങ്കലിലേക്ക് ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴേക്കും വെപ്രാളം തുടങ്ങിക്കഴിഞ്ഞു. എന്താ വെപ്രാളം? CM രവീന്ദ്രൻ ചോദ്യം ചെയ്യപ്പെട്ടാൽ, CM രവീന്ദ്രൻ വായ തുറന്നാൽ കുടുങ്ങാൻ പോകുന്നത് CM ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഊരാളിങ്കലിലേക്ക് ED കയറി ചെന്നാൽ അതിനർത്ഥം അടുത്ത് കയറി ചെല്ലാൻ പോകുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ് എന്നുള്ളതാണ് സത്യം. അത് പിണറായിക്കറിയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അന്വേഷണം അതിന്റെ കൃത്യമായ പ്രതികളെ പിടികൂടാതെ കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന ഈ അഴിമതിക്കാരെയും കള്ളക്കടത്തുകാരെയും പിടികൂടാതെ ഈ അന്വേഷണം അവസാനിക്കാൻ പോകുന്നില്ല. ഇവരെന്താ തുടക്കത്തിൽ കരുതിയത്? ഈ അന്വേഷണമൊക്കെ കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്തതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് അവസാനിച്ചു പോകുന്ന കരുതിയത്. അതുകൊണ്ട് 1 മാസം 2 മാസം കഴിഞ്ഞപ്പോ ചാനലിൽ വന്നിരുന്നിട്ട് CPM-ന്റെ നേതാക്കന്മാർ ചോദിക്കാണ്, 30 ദിവസം കഴിഞ്ഞില്ലേ, 45 ദിവസം കഴിഞ്ഞില്ലേ, എന്തെങ്കിലും അറസ്റ്റ് ചെയ്യാത്തത്? 3 മാസം കഴിഞ്ഞ് ശിവശങ്കർ ഇപ്പൊ ഗോതമ്പുണ്ട നിന്നുമ്പോ ചോദിക്കാണ്, അയ്യോ നിങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ്, അയ്യോ നിങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ്. എടോ, ഇത് പഴയ മൻമോഹൻ സിംഗിന്റെ സർക്കാരല്ല, ഇത് പഴയ മൻമോഹൻ സിംഗിന്റെ സർക്കാർ. ഇത് കോൺഗ്രസ് അല്ല ഈ നാട് ഭരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണ്ടേ? അവര് സ്വപ്ന എന്ന് പറയുമ്പോ നിങ്ങൾ സരിത എന്ന് പറഞ്ഞ് സീഡ് ഉയർത്തി കാണിച്ചാൽ അന്വേഷണം നിർത്തിപ്പോകുന്ന കോൺഗ്രസ് അല്ല നാട് ഭരിക്കുന്നത്. 56 നെഞ്ചളവുള്ള നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ അന്വേഷണം ഇങ്ങനെ അവസാനിക്കില്ല. ഈ രാജ്യത്തിനെതിരായ ഗൂഢാലോചന ചെയ്ത, സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത അവസാനത്തെ പ്രതിയെയും തൂക്കിയെടുത്ത് ജയിലിൽ അടച്ചതിന് ശേഷം മാത്രമേ ഈ അന്വേഷണം അവസാനിക്കൂ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, അന്വേഷണം നടത്താൻ വരുന്ന ED-യെ അങ്ങോട്ട് കൈകാര്യം ചെയ്ത് കളയും. DYFI-യുടെ CPM-ന്റെ ഒക്കെ നേതാക്കളുടെ ഭാഷ ഇപ്പൊ ഇതാണ്, കൈകാര്യം ചെയ്ത് കളയും. ഇത് കേരളമാണ്, സൂക്ഷിക്കണം എന്നാ പറയുന്നത്. എന്ത് കേരളം? ഇത് ഇന്ത്യയാണ്, സൂക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യയാണ്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ, കേരളം എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്തെ ഭരിക്കുന്ന ഒരു ചെറിയ പ്രാദേശിക പാർട്ടി മാത്രമാണ്. അതിൽ കൂടുതൽ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. നിങ്ങളുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഒരു പുല്ലുമല്ല. അതുകൊണ്ട് തന്നെ ആ ഭീഷണിയൊക്കെ 4 മടക്കി കയ്യിൽ വെച്ചാൽ മതി. ED-യെയും NIA-യും ഒക്കെ മൂക്കിൽ കയറ്റി വരിച്ചു കളയും, കൈകാര്യം ചെയ്തു കളയും എന്നൊക്കെ പറയുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി ഒരുപക്ഷെ നമ്മുടെ 6-ാം തമ്പുരാൻ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെയായിരിക്കും മറുപടി പറയുക. കൊടിയേറ്റം നടത്താൻ ജഗന്നാഥനറിയാമെങ്കിൽ ഉത്സവം നടത്താനും ജഗന്നാഥനറിയാം. ഈ അന്വേഷണം തുടങ്ങാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാമെങ്കിൽ അതിന്റെ അവസാനത്തെ പ്രതിയെയും പിടികൂടാൻ അവർക്കറിയാം. നിങ്ങൾ കണ്ടല്ലോ, കോടിയേരിയുടെ വീട്ടിന് മുന്നിൽ റെയ്ഡിന് പോയപ്പോ ആരാ തടുക്കാൻ വന്നത്? കേരള പോലീസിന്റെ ഒരു SI-യും CI-യും വന്നിട്ട് തടുക്കാൻ നോക്കുക. എവിടെ വാറണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ നമ്മുടെ ഈ സൈബർ ഭാഷയിൽ പട്ടി ഷോ കാണിക്കാന്ന് പറയും, അതുപോലെ ഷോ കാണിച്ചു. CRPF-ന്റെ നല്ല മസിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് വന്ന് നിരന്ന് നിന്നപ്പോ പിണറായി വിജയന്റെ കേരള പോലീസ് ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. എന്നിട്ട് അവരെ അങ്ങോട്ട് കൈകാര്യം ചെയ്ത് കളയുമ്പോൾ ഒരു തേങ്ങ നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അഴിമതി തടയാൻ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ തടയാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്.
ഞാൻ ചോദിക്കട്ടെ, ഈ സമരമൊക്കെ നടക്കുന്ന സമയത്ത് 2 ആഴ്ചയായിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് പുറത്തു വന്നിട്ട്. രമേശ് ചെന്നിത്തല എന്താ ചെയ്തത്? നിയമസഭയ്ക്കകത്ത് പോയി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. സാധാരണഗതിയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയത്തിന് എപ്പോഴാണ് പ്രതിപക്ഷം ശ്രമിക്കുക? തെരുവിൽ പോരാട്ടം നടത്തി ആ പോരാട്ടത്തിന് ഒരു അവസാനം കാണുന്നില്ല. ഈ പോരാട്ടത്തിന് ഒരു അവസാനം കാണാത്ത സമയത്ത് നിയമസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള അവസാനത്തെ പോംവഴി, ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയ്ക്കാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഈ നാടിന്റെ പാരമ്പര്യം, കീഴ്വഴക്കം. പക്ഷേ രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു? 2ാമത്തെ ആഴ്ച കൊണ്ടുപോയി നോട്ടീസ് കൊടുത്തു. എന്താ നോട്ടീസ് കൊടുത്തതിന്റെ പിന്നിലെ ഗൂഢോദ്ദേശം? നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് ഇതിന്റെ ചർച്ച കഴിഞ്ഞാൽ അന്നത്തോടെ പിന്നെ ഈ വിഷയം അവസാനിച്ചു. അവിശ്വാസ പ്രമേയം വോട്ടിനിട്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചർച്ച പൊതുസമൂഹത്തിൽ ഉയർന്നു വരില്ല എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് UDF-കാര് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടി അവിശ്വാസ പ്രമേയത്തിന് പോയത്. അവിശ്വാസ പ്രമേയത്തോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ചെന്നിത്തല എന്താ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾക്കറിയാം അന്ന് എന്താ സംഭവിച്ചതെന്ന്? അന്ന് 3 സംഭവങ്ങൾ ഉണ്ടായി. ഒന്ന്, അവിശ്വാസ പ്രമേയത്തിന് മുൻപ് ഒരു സംഭവം ഉണ്ടായി. നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം അവതരിപ്പിച്ചു. എന്താ പ്രമേയം? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായി പ്രമേയം. ആ പ്രമേയത്തിൽ ആരാ പ്രമേയം കൊണ്ടുവന്നത്? പ്രമേയം കൊണ്ടുവന്നത് കേരള സർക്കാർ, പിണറായി വിജയൻ സർക്കാർ. ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്താരാ? UDF-ഉം LDF-ഉം ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന അന്ന് കാലത്ത് പോലും കേന്ദ്ര വിരുദ്ധ പ്രമേയം ഒന്നിച്ച് പാസാക്കിയെടുത്തു. ഞാൻ ചോദിക്കട്ടെ, UDF-കാരാ, നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിൽ അവിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ആ ദിവസമെങ്കിലും സർക്കാർ അനുകൂലിക്കുന്ന, സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ പിന്തുണയ്ക്കാൻ പാടുണ്ടോ? അതിനെന്ത് ധാർമ്മികതയാ ഉള്ളത്? അവിശ്വാസ പ്രമേയം വോട്ടിനിട്ട് പരാജയപ്പെടുന്നു. എല്ലാവരും കരുതി ഇതോടുകൂടി ഈ വിഷയം അവസാനിച്ചു. പക്ഷേ ഈ ചില ക്രിമിനലുകളുടെ അതിബുദ്ധി അവരെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അന്ന് വൈകിട്ടാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്തെ പൊതുഭരണ വിഭാഗത്തിനകത്ത് തീപിടുത്തം ഉണ്ടാകുന്നത്. പൊതുഭരണ വിഭാഗത്തിനകത്ത് തീപിടുത്തമുണ്ടായി. പ്രോട്ടോകോൾ ഓഫീസിലെ ഫയലുകൾ കത്തി നശിക്കുന്നത് അന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അന്ന് സെക്രട്ടേറിയറ്റിനകത്തേക്ക് മാധ്യമങ്ങളെയും കൂട്ടി കടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ അന്നത്തോടെ ഈ കേസ് അട്ടിമറിക്കാനാണ് LDF-ഉം UDF-ഉം ചേർന്ന് ശ്രമിച്ചത്. അന്ന് BJP തുടങ്ങിയ സമരമാണ്, അന്ന് ഞങ്ങൾ തുടങ്ങിയ സമരമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ചർച്ചയാക്കി നിർത്തിയത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഇപ്പോൾ ഫലം കാണുന്നത്. ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയ സമരത്തിന് മുന്നിലാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ളത്. UDF-കാരെ ചിത്രത്തിൽ എവിടെയാ ഉണ്ടായിരുന്നത്? UDF-കാരോട്, രമേശ് ചെന്നിത്തലയോട് പിണറായി വിജയൻ ഫോൺ ചെയ്ത് ചോദിച്ചു പോലും, അല്ല കോവിഡ് അല്ലേ ചെന്നിത്തലേ, നമുക്ക് ഈ സമരം നിർത്തിക്കൂടെ? കോവിഡ് അല്ലേ രമേശേ, നമുക്ക് ഈ സമരം നിർത്തിക്കൂടെ എന്ന് പിണറായി വിജയൻ ചോദിച്ചപ്പോ രമേശ് ചെന്നിത്തല പറയാണ്, ഞങ്ങൾ അരമണിക്കൂർ മുമ്പ് സമരം നിർത്തി, വേണമെങ്കിൽ 1 മണിക്കൂറാക്കാം. ഞങ്ങൾ അരമണിക്കൂർ മുമ്പ് സമരം നിർത്തി, വേണമെങ്കിൽ 1 മണിക്കൂറാക്കാം. അതേ ചോദ്യം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഫോൺ ചെയ്ത് പിണറായി വിജയൻ ചോദിച്ചു, അല്ല സുരേന്ദ്ര, കോവിഡ് അല്ലേ, നിങ്ങൾക്ക് സമരം നിർത്തിവെച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞു, കോവിഡിനെ മറയാക്കി നിങ്ങൾക്ക് കൊള്ളയും കള്ളക്കടത്തും ചെയ്യാമെങ്കിൽ കോവിഡ് കാലത്ത് ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയും തയ്യാറാകും. ഞങ്ങൾ സമരത്തിന് പിന്മാറില്ല. നമ്മൾ സമരത്തിന് പിന്മാറിയില്ലല്ലോ. BJP സമരത്തിന് പിന്മാറിയില്ല. ആവേശപൂർവ്വം സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ UDF-കാർക്ക് മാളത്തുനിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ മുഴുവൻ ഇതുപോലെയാണ്. ഇവര് തമ്മിലുള്ള ഡീലുകളാണ്, മേശക്കടിയിലൂടെയുള്ള ഡീലുകളാണ് UDF-ഉം LDF-ഉം എല്ലാ കാലത്തും കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. എല്ലാ കേസുകളും അതുപോലെയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഇവരുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ എന്തായിരുന്നു? സോളാർ കേസും ബാർക്കോഡ കേസും. സോളാറ്, ബാർക്കോഡ, എന്തൊരു ഉത്സാഹമായിരുന്നു DYFI നേതാക്കന്മാർക്കൊക്കെ പ്രസംഗിക്കാൻ. എല്ലാ പൊതുയോഗങ്ങളിലും സോളാറും ബാർക്കോഡയും പറഞ്ഞ് UDF സർക്കാരിനെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കിയിരുന്ന LDF പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 4.5 കൊല്ലം കഴിഞ്ഞല്ലോ. ഇന്നേ വരെ UDF-ന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ഈ ബാർക്കോഡയുടെ പേരിലോ സോളാറിന്റെ പേരിലോ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ?
നടപടിയെടുക്കാൻ പറ്റിയോ? നടപടിയെടുക്കുന്നത് പോട്ടെ, കഴിഞ്ഞ ബാർക്കോഴയുടെയും സോളാറിന്റെയും പേരിൽ ഏറ്റവും അധികം ആരോപണ വിധേയനായിരുന്ന വ്യക്തിയാരാ? കെ എം മാണി. കെ എം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്നാ പറഞ്ഞിരുന്നത്. കെ എം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന അതേ പിണറായി വിജയനും സംഘവും അന്ന് നിയമസഭയ്ക്കകത്ത് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം ഓർമ്മ ഉണ്ടാവും. എന്താ നിയമസഭയ്ക്കകത്ത് വി എസ് പറഞ്ഞത്? നിയമസഭയ്ക്കകത്ത് വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കുകയാണ്, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിൽ കെ എം മാണി പതിക്കും. അല്ലേ? കോടിയേരി എന്താ പ്രസംഗിച്ചത്? തിരുവനന്തപുരത്തെ മൃഗശാലയിലുള്ള ഹിപ്പപ്പൊട്ടാമസ് കഴിഞ്ഞ ഒരാഴ്ചയായി ഭക്ഷണം കഴിക്കുന്നില്ല. തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കെ എം മാണി തന്നെ തോൽപ്പിച്ചതിനുള്ള പ്രതിഷേധം കാരണമാണ് ഹിപ്പപ്പൊട്ടാമസ് ഭക്ഷണം കഴിക്കാത്തത്. അല്ലേ കോടിയേരി പ്രസംഗിച്ചത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാണിപ്പോ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഹിപ്പപ്പൊട്ടാമസിനെ പരാജയപ്പെടുത്തിയത്? ഈ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയെ ഒരു ഉളുപ്പുമില്ലാതെ LDF-ലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയത് അന്ന് സമരം ചെയ്ത ഈ DYFI പൊട്ടന്മാരുടെ മുമ്പ് കൂടെ അല്ലേ? അന്ന് സമരം ചെയ്തവന്മാരുടെ മുമ്പ് കൂടെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മുടെ ഈ അങ്ങാടിയിൽ ഇതേപോലെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു CPM-ന്റെ. എന്തായിരുന്നു? യാത്രയയപ്പ്. എന്തായിരുന്നു യാത്രയയപ്പ്? ഈ പ്രദേശത്തെ CPM-ന്റെ നേതാക്കന്മാർ, DYFI നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്തേക്ക് പോവാണ്. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ അമ്മയുടെ കാലത്തൊട്ട് വന്ദിച്ച് വെറ്റിലയും അടക്കയും ഒക്കെ കൊടുത്ത് പോവുകയാണ്. അംഗത്തിന് പോകുന്നമാരെ പണ്ട് ചേകോന്മാർ അംഗത്തിന് പോകുന്നത് പോലെയാണ് യാത്രയാക്കിയത്. എന്താ പറഞ്ഞത്? അമ്മയെ ഞങ്ങൾ പോകുന്നു, ഉമ്മൻചാണ്ടിയുടെ പുക കണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ. അത് പറഞ്ഞിട്ടാ പോയത്. പോയ എല്ലാ സഖാക്കളുടെ വീട്ടിലേക്കും 10 കിലോ അരി സാധനങ്ങൾ ലോക്കൽ കമ്മിറ്റി വക. മക്കൾ തിരിച്ചു വരുന്നത് വരെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കും. മക്കൾ തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവിടെ വെടിവെപ്പുണ്ടാക്കാൻ പോവാന്നാ പറഞ്ഞത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് വെടിവെപ്പുണ്ടാക്കാൻ പോകാന്നാ പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞില്ല, സഖാക്കള് മുഴുവൻ ഈ അങ്ങാടി തന്നെ തിരിച്ചെത്തിയില്ലേ? എന്താ കാരണം പറഞ്ഞത്? സമരം നിർത്താൻ കാരണം പറഞ്ഞത്, ലോകത്തിന്നേ വരെ ഒരു സമരവും നിർത്താൻ ഒരാളും ഇതുപോലെ ഒരു കാരണം പറഞ്ഞില്ല. കക്കൂസ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നിർത്തിയ സമരം. ഉമ്മൻചാണ്ടിനെ രാജിവെക്കാൻ പോയവര് കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് സമരം നിർത്തിപ്പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സമരമൊക്കെ ചെയ്ത DYFI സഖാക്കൾ ഇപ്പോ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താ മറുപടി ഉള്ളത്? എല്ലാ കാലത്തും ഇവിടെ LDF-ഉം UDF-ഉം തമ്മിൽ പരസ്പര സഹകരണമായിരുന്നു, പരസ്പര സഹായമായിരുന്നു. നോക്കൂ, ഈ LDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരായി CBI പ്രോസിക്യൂഷൻ അനുമതി തേടിയപ്പോൾ, 500 കോടി രൂപയുടെ കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിയപ്പോൾ പിണറായി വിജയൻ പറയുകയാണ്, കോൺഗ്രസ് നേതാവിനെ അങ്ങനെ ജയിലിലേക്ക് അയക്കണ്ട, പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണ്ട. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ അതേ തെറ്റ് ചെയ്ത IAS ഉദ്യോഗസ്ഥന്മാർ 2 മാസം ജയിലിൽ കടന്നു. അവസാനം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തുടങ്ങിയപ്പോ നമ്മൾ ദിവസേന ചാനൽ ചോദിക്കാൻ തുടങ്ങി, എന്താ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്? അവസാനം ഗത്യന്തരമില്ലാതെ അതിലും ED വരും എന്ന സംശയം വന്നപ്പോ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് ഒരു അറസ്റ്റ് നാടകം. കുഞ്ഞാലിക്കുട്ടി പറയുകയാണ്, അറസ്റ്റ് വരുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. വിജിലൻസ് സംഘം വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിം കുഞ്ഞ് ലേക്ക് ഷോർ ആശുപത്രി അഡ്മിറ്റ് ആവുകയാണ്. ഇബ്രാഹിം കുഞ്ഞ് ഇതുവരെ ജയിലിൽ പോയിട്ടില്ല, ആളിപ്പോഴും ആശുപത്രിയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അഡ്ജസ്റ്റ്മെന്റ് നാടകം, ഈ കപട നാടകം കേരളത്തിൽ അവസാനിക്കട്ടെ. ഈ കപട നാടകത്തിന് കേരളത്തിലൊരു അന്ത്യം വേണ്ടേ? ഈ ഇടത് വലത് മുന്നണികളുടെ കാപട്യത്തിനെതിരായി കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. കേരളത്തിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരു നേതാവേ ഉള്ളൂ, അതാരാ? ബാലകൃഷ്ണപിള്ള. ആ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചത് എങ്ങനെയാ? VS അച്യുതാനന്ദൻ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ട്. ഇന്ന് ബാലകൃഷ്ണപിള്ള എവിടെയായിരിക്കുന്നത്? LDF-ൽ. പിണറായി വിജയൻ ക്യാബിനറ്റ് പദവി കൊടുത്ത് ഒപ്പുവെച്ചിരിക്കുക. LDF-ൽ അഴിമതി ചെയ്യുന്നവർ മുഴുവൻ UDF-ൽ അഴിമതി ചെയ്യുന്നവർ മുഴുവൻ LDF-ൽ. 2 മുന്നണികളും തമ്മിൽ ഒരു മാറ്റവും ഇല്ല. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണ്ടേ? ഈ കേരളവും മാറണം. നരേന്ദ്രമോദിയുടെ ഭരണം കേരളത്തിലും വരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ സഹോദരി രമ്യ അടക്കമുള്ളവർ വോട്ട് ചോദിക്കാൻ പോകുമ്പോ അവർക്ക് അഭിമാനപൂർവ്വം അവരുടെ ഫ്ലെക്സ് ബോർഡിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് അച്ചടിച്ചു പോവാൻ കഴിയും.
ഫ്ലക്സ് ബോർഡിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കാം, അഭ്യർത്ഥനയിൽ മോദിജിയുടെ ചിത്രം വയ്ക്കാം, നമ്മുടെ പോസ്റ്ററിൽ മോദിജിയുടെ ചിത്രം വയ്ക്കാം, അല്ലേ? നമുക്ക് അന്തസ്സായിട്ട് മോദിജിയുടെ ചിത്രം വെച്ച് വോട്ട് തേടി പോകാൻ കഴിയും. കാരണം എന്താ? കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, രമ്യയിലൂടെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, രമ്യയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആർക്കാ? ഭണ്ഡാരിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആർക്കാ? നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. രമ്യയ്ക്ക് കൊടുക്കുന്ന വോട്ട് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന വോട്ടാണ്. താമരയ്ക്ക് കൊടുക്കുന്ന വോട്ട് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന വോട്ടാ. എന്തിനാ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത്? 6 വർഷക്കാലം ഈ മഹാമാരിയുടെ കാലത്ത് 130 കോടി വരുന്ന നമ്മുടെ ജനതയെ സംരക്ഷിച്ചു നിർത്തിയ, ഒരാൾ പോലും പട്ടിണി കിടക്കാതെ സംരക്ഷിച്ചു നിർത്തിയ പ്രധാനമന്ത്രിക്കുള്ള വോട്ടാണ് ഞാൻ സൂചിപ്പിച്ചു. 6 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യമില്ലാതെ ഈ കോവിഡ് കാലത്ത് പരാജയപ്പെട്ട ഗവൺമെന്റുകൾ പലതും ലോകവ്യാപകമായി നടന്ന പല തെരഞ്ഞെടുപ്പിലും പുറത്തു പോകേണ്ടി വന്നു. അമേരിക്കയിലെ ട്രംപ് ഉൾപ്പെടെ. ട്രംപ് പുറത്തു പോയത് കോവിഡിനെ നേരിടുന്ന സംഭവിച്ച പരാജയം കൊണ്ടാണ്. പക്ഷെ ഇന്ത്യയിൽ കോവിഡാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായി? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം എന്തായിരുന്നു? രാവിലെ ഉത്സാഹം, കൈരളിയിലൊക്കെ ആളുകൾക്ക്, കൈരളിയിലുണ്ട്, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, എല്ലാ ചാനലിലും രാവിലെ 7 മണിക്ക് കുളിച്ച് കുറി തൊട്ട് കുട്ടപ്പനായി കൂട്ടമിട്ട് കുറെ അവതാരകർ കയറിയിരുന്നു മോദിജി തോൽക്കുന്നത് കാണാൻ. ഇപ്പൊ തോൽക്കാൻ തലേ ദിവസം എക്സിറ്റ് പോളിൽ ഇവരുടെ മഹാകടിപിടി വൻ വിജയം നേടും എന്നായിരുന്നല്ലോ പ്രവചനം ഉണ്ടായിരുന്നത്. മോദിജി തോൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ചാനൽ മുറികളിൽ ഇരുന്നു. അന്ന് ഞാൻ ചർച്ചയ്ക്കൊന്നും പോയിരുന്നില്ല. രാവിലെ പാലക്കാട് സംഘടനാ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ചർച്ചയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് നമ്മുടെ മൊബൈലൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് BJPയുടെ വൻ മുന്നേറ്റം. രാവിലെ പല ചാനൽ അവതാരകരും CPM-കാരും കോൺഗ്രസുകാരും ഒക്കെ പടക്കം വാങ്ങി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്, മോദി തോറ്റാൽ പൊട്ടിക്കാൻ. ഉച്ചയ്ക്ക് 12 മണിയായപ്പോ വാങ്ങി വെച്ച പടക്കമൊക്കെ സ്വന്തം അണ്ണാക്കി വെച്ച് പൊട്ടിക്കേണ്ട ഗതികേടായി ഈ ചാനലുകാർ. നരേന്ദ്രമോദി അത്ഭുതകരമായിട്ടുള്ള വിജയമാണ് നേടിയത്. ബീഹാറിലൊക്കെ BJPയുടെ വിജയം എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് വീരേന്ദ്ര സെവാഗിനേക്കാൾ കൂടുതലാണ്. 6ഉം 4ഉം അടിച്ച് പറപ്പിക്കുകയല്ല ചെയ്തത് ബീഹാറിലൊക്കെ. മുൻപത്തേതിനേക്കാൾ വലിയ വിജയം, അത്ഭുതകരമായിട്ടുള്ള വിജയം. നോക്കൂ, ഇതെന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ തുടർ വിജയങ്ങൾ നേടുന്നത്? അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്ന പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. ഈ രാജ്യത്തെ പ്രധാന സേവകൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിൽ 10 പൈസയുടെ അഴിമതി നടത്താതെ ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തന സന്നദ്ധനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രമ്യയ്ക്ക് അന്തസ്സായി നരേന്ദ്രമോദിജിയുടെ ചിത്രം വെച്ച ഫ്ലക്സ് അടിക്കാം, പോസ്റ്റർ അടിക്കാം, വോട്ട് തേടാം. ജനങ്ങൾ മോദിജിക്ക് വോട്ട് ചെയ്യും. മറുവശത്ത് ഞാൻ ചോദിക്കട്ടെ പ്രിയ സഖാക്കളെ, നിങ്ങൾക്ക് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചൊരു ഫ്ലക്സ് അടിച്ചൂടെ? നിങ്ങൾക്ക് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച് നോട്ടീസ് അടിച്ചൂടെ? പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച്, പിണറായി വിജയന്റെ ഫ്ലക്സ് വെച്ച് വോട്ട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥികൾക്ക് പേടിയാണ്. LDF-ന്റെ സ്ഥാനാർത്ഥികൾ പറയുന്നത്, ദയവ് ചെയ്ത് പിണറായി വിജയന്റെ ഫോട്ടോ വെക്കരുത്, കിട്ടാനുള്ള 10 വോട്ട് ആ മാൻഡ്രേറ്റ് ഇല്ലാതാക്കുന്നു. കിട്ടാനുള്ള 10 വോട്ട് പോവും. ആരാണ് വോട്ട് ചെയ്യുക? പിണറായി വിജയന്റെ ഫോട്ടോ കണ്ടാൽ, ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നില്ല, അല്ല ഞാൻ പ്രയോഗിക്കുന്നില്ല, വേണ്ട പോലെ. ആരാ വോട്ട് ചെയ്യുക? ഒരാളും വോട്ട് ചെയ്യില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ കണ്ടാൽ നമ്മുടെ വീട്ടിൽ കെട്ടിയിട്ട ഒരു മൃഗമുണ്ടല്ലോ, അത് വെള്ളം പോലും കുടിക്കില്ല. അതുപോലെ ഞാനതാ പറയുന്നത്. അതുപോലെയുള്ള അവസ്ഥയിൽ കേരളത്തെ എത്തിച്ചു കഴിഞ്ഞു. 4.5 വർഷക്കാലം ഈ കേരളത്തെ മുച്ചൂടും മുടിച്ച ഈ സർക്കാരിനെ പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും പുറത്തു വരുന്ന അഴിമതിക്കഥകൾ. പാവങ്ങൾക്ക് വേണ്ടി ഭവന പദ്ധതി, ലൈഫ് പദ്ധതി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. 20 കോടി ഉറുപ്പികയുടെ പ്രൊജക്ട് നടപ്പാക്കിയപ്പോ 9 കോടിയും കമ്മീഷൻ അടിച്ചു മാറ്റി. ഇതുപോലെ ദരിദ്രവാസികൾ മാറിയിട്ടുണ്ടോ? 20 കോടിയുടെ പദ്ധതിയിൽ 9 കോടിയും കമ്മീഷൻ. കൈയിട്ട് വാരുകയാണ്. അവസാനത്തെ ഞാൻ പഴയൊരു സിനിമയിലുണ്ടല്ലോ, ഫ്ളാറ്റിൽ ബോംബ് വെച്ചു എന്ന് കേട്ടപ്പോ ജഗതിയുടെ ഒരു പരിഭ്രമുണ്ടല്ലോ, മിക്സി എടുക്കണോ, കുട്ടി എടുക്കണോ, ഗ്രൈൻഡർ എടുക്കണോ. അതുപോലെയാണ് പിണറായി വിജയൻ. അവസാനം 3 മാസേ ബാക്കിയുള്ളൂ. എന്തൊക്കെ ഊരിക്കൊണ്ടു പോകണമെന്ന് ഒരു നിശ്ചയമില്ല. കേരളം മുഴുവൻ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇവർക്ക്. ഓരോ കേസിലും അഴിമതിയുടെ കാര്യം പറഞ്ഞ് ആലോചിച്ച് നോക്ക്. ആരാണ് ലൈഫ് പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ്? നമ്മളാണോ? കമ്മീഷൻ വാങ്ങിയത് ആരാ പറഞ്ഞത്? കേരളത്തിന്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാ പറഞ്ഞത്.
എന്താ ഇപ്പൊ 2 ദിവസം മുമ്പ് തോമസ് ഐസക്കും പിണറായിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം? തോമസ് ഐസക്ക് അങ്ങോട്ടൊരു ചെക്ക് വെച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്? ലൈഫ് പദ്ധതിയിൽ കോഴ ഇടപാട് നടന്നു. പാർട്ടി ചാനലിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മീഡിയ അഡ്വൈസർ അത് ശരിവെക്കുകയും ചെയ്തു. പിന്നാലെ നരേന്ദ്രമോദിയുടെ CBI കേസ് അന്വേഷണം ഏറ്റെടുത്തു. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട ഗതികളിലെത്തി. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലെ കോഴ ഇടപാട് അന്വേഷിച്ചു പോയാൽ കേരളത്തിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കളുടെ മക്കളിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള ഭയമാണ് പിണറായി വിജയനുള്ളത്. ആ ചെക്കാരെ വെച്ചു കൊടുത്തത് തോമസ് ഐസക്ക വെച്ചു കൊടുത്തത്. അപ്പൊ തോമസ് ഐസക്ക് തിരിച്ച് പിണറായി വിജയനും ഒരു ചെക്ക് വെച്ചു കൊടുത്തു. അതാണ് KSFE-യിലെ റെയ്ഡ്. KSFE എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു മഹാസാമ്പത്തിക സ്ഥാപനത്തെ മുച്ചൂടും മുടിക്കുകയും സർവത്ര തട്ടിപ്പ് നടത്തുകയും ചെയ്ത് ഭരണവൈകല്യം കൊണ്ട് അതിനെ തകർത്ത ഒരു ധനകാര്യമന്ത്രിയാണ് ഈ പറയുന്ന തോമസ് ഐസക് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള റെയ്ഡ്, വിജിലൻസ് റെയ്ഡ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തോമസ് ഐസക്കും പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത്. CPM 2 ധ്രുവങ്ങളിലായി കഴിഞ്ഞു. പഴയ VS അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരിന് ശേഷം ഇതാ പുതിയ പോർമുഖം CPM തുറന്നിരിക്കുകയാണ്. ആ പുതിയ പോർമുഖം തുറന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് 2 ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ മീഡിയ സിൻഡിക്കേറ്റ് ഉണ്ട്. എന്നാണ് മീഡിയ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം അവസാനമായി പിണറായി വിജയൻ നടത്തിയത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പണ്ട് VS അച്യുതാനന്ദനുമായി സംഘർഷം ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ ആ കാലത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയ പദപ്രയോഗമാണ് മീഡിയ സിൻഡിക്കേറ്റ്. അത് വീണ്ടും നടത്തുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? CPM-നുള്ളിൽ അടി ആരംഭിച്ചിരിക്കുന്നു. ഇനി പിണറായി വിജയന് 3-4 മാസക്കാലം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന തോമസ് ഐസക്കും ആനത്തലവട്ടം ആനന്ദനും അടക്കമുള്ള സഖാക്കൾ ഇപ്പൊ പിണറായി വിജയനെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. CPM കണ്ണൂർ ലോബിയും തിരുവിതാംകൂർ ലോബിയും തമ്മിലുള്ള സംഘടനമാണ് ഇനി നടക്കാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം അസുഖമുള്ളയാളാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് അസുഖമുണ്ട്. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കയിൽ പോയത്. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ കരുതിയത് അദ്ദേഹത്തിന് മാരകമായ എന്തോ അസുഖമുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് അസുഖമുണ്ടെങ്കിൽ ചികിത്സിക്കണം. 10-70 വയസ്സുള്ള കേരളത്തിലെ ഏറ്റവും സീനിയർ പൊളിറ്റിക്കൽ ലീഡർ, അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിൽ തീർച്ചയായും അത് ചികിത്സിക്കേണ്ടതാണ്. ഇനിയിപ്പോ അമേരിക്കയിലാണ് ചികിത്സ കിട്ടുന്നതെങ്കിൽ, നമ്പർ 1 കേരളത്തിൽ ചികിത്സ ലഭ്യമല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹം അമേരിക്കയിൽ പോകണം. നമുക്കത് തർക്കമൊന്നുമില്ല, അല്ലെ? ശൈലജ ടീച്ചറുടെ ആരോഗ്യ രംഗത്തെ പരിപാലനം പിണറായി വിജയന് താല്പര്യമില്ലെങ്കിൽ, ആ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമല്ലെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ചികിത്സിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണെന്നുള്ള കാര്യത്തിൽ എന്റെ സംശയം മാറിയത് മിനിഞ്ഞാന്നാണ്. തോമസ് ഐസക് പറഞ്ഞ അയാൾക്ക് വട്ടാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണ്. തോമസ് ഐസക് പറഞ്ഞത് വട്ടാണെന്ന്. KSFE-യിലേക്ക് വിജിലൻസിനെ വിട്ടവന് വട്ടാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിജയം പറഞ്ഞു ഞാനാണ് വിട്ടതെന്ന്. ഇനി എന്താ സംശയം? അപ്പൊ മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞ തോമസ് ഐസക്, അദ്ദേഹത്തെ നമുക്ക് അവിശ്വസിക്കാൻ പാടുണ്ടോ? പറ്റില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റ്, നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഒരു കുടുംബത്തിൽ താമസിച്ചിട്ടും വർഷങ്ങളായി പരസ്പരം മിണ്ടാത്ത ദമ്പതിമാരെ പോലെയാണ് പിണറായിയും തോമസ് ഐസക്കും. 4.5 വർഷക്കാലമായി ഗവൺമെന്റ് ഭരണം തുടങ്ങിയിട്ട് ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മന്ത്രിമാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധവുമില്ല. ഒരു കാര്യവും പരസ്പരം അന്വേഷിക്കുന്നില്ല. വിജിലൻസിനെ എന്തിന് എന്റെ വകുപ്പിന് കീഴിലുള്ള KSFE-യിലേക്ക് വിട്ടു എന്ന് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാൻ തോമസ് ഐസക് തയ്യാറാവുന്നില്ല. വിളിച്ചാൽ വിജയൻ എടുക്കില്ല, പിണറായി വിജയൻ എടുക്കില്ല. പിണറായി വിജയൻ തോമസ് ഐസക്കിനെ ഒരു കാര്യത്തിൽ അടുപ്പിക്കില്ല. അതുകൊണ്ടാണ് ഭരണം തുടങ്ങിയ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്ന പരിണിത പ്രജ്ഞയായിട്ടുള്ള സാമ്പത്തിക ഉപദേഷ്ടാവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്ന് നിയമിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു ഇല്ലാത്ത സാമ്പത്തിക പാക്കേജ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതങ്ങനെയാണല്ലോ. പിണറായി അവിടെ നരേന്ദ്രമോദി വല്ലതും ചെയ്യുന്നത് കണ്ടാൽ അതിനെ കോപ്പി അടിച്ചിട്ട് ഇവിടെ ചെയ്യാന്നുള്ള പരിപാടിയാണല്ലോ. അവിടെ മോദിജി 3 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഒരു ഉണ്ടയില്ലാത്ത വെടിപൊട്ടിച്ചു പിണറായി വിജയനും. പക്ഷേ പ്രഖ്യാപിച്ചത് സാമ്പത്തിക പാക്കേജ് ആണല്ലോ. കേന്ദ്രത്തിൽ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രിയും ധനകാര്യ സഹമന്ത്രിയും ചേർന്നിട്ടായിരുന്നെങ്കിൽ കേരളത്തിൽ അത് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ തൊട്ടടുത്ത് പോലും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയെ ഇരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല.
അത്രമേൽ അവിശ്വാസമാണ് തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും തമ്മിൽ നിലനിൽക്കുന്നത്. എങ്ങനെയാണ് കേരളം ഒരു കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഈ മന്ത്രിസഭയുമായി കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അതിഭീമമായ കടക്കെണി, UDF നിന്നും 1.5 ലക്ഷം രൂപയുടെ കടബാധ്യത ഏറ്റെടുത്ത കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് 3 ലക്ഷം കോടി രൂപയുടെ കടക്കെണിയിലാണ്. നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ 10,72,000 രൂപയുടെ കടം ഇവരെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി കടമെടുക്കാൻ നിയമം കേരളത്തെ അനുവദിക്കുന്നില്ല. അപ്പോഴാണ് പുതിയ തട്ടിപ്പ് പ്രസ്ഥാനം തുടങ്ങിയത്, കിഫ്ബി. ഒരനുമതിയും ഇല്ലാതെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം. ഇപ്പൊ കിഫ്ബിയെ കുറിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വരുമ്പോ ആ റിപ്പോർട്ട് പൊട്ടിച്ചു നോക്കാൻ, വായിച്ചു നോക്കാൻ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ്, ടേബിളിൽ വെക്കുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി പൊട്ടിച്ചു നോക്കിയാണ് നിയമവിരുദ്ധമായിട്ട്. പൊട്ടിച്ചു നോക്കിയപ്പോ അത് നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇപ്പൊ സെക്രട്ടറിയുടെ തലക്കിടാൻ നോക്കുന്നു. ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കും ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും പുല്ലുവില നൽകിക്കൊണ്ടാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. ഇവര് വലിയ ഭരണഘടനാ സംരക്ഷകരാണല്ലോ. ഇവര് ഭരണഘടനയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നു എന്ന് കഴിഞ്ഞ CAA വിരുദ്ധ സമരകാലത്ത് പറഞ്ഞിരുന്ന ആളുകൾ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനമായ CAG അവരെ വെല്ലുവിളിക്കുന്നു. എന്തിനേറെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ സംഘങ്ങളെ അവരെ വെല്ലുവിളിക്കല്ലേ. തോമസ് ഐസക് എന്താ പറഞ്ഞത്? ഇനി വിജിലൻസിന്റെ ആളുകൾ, ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ അവരെ തടഞ്ഞുകൊള്ളൂ, പ്രവേശിപ്പിക്കേണ്ടതില്ല, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് ഒരു മന്ത്രി പറയുന്നത്. വിജിലൻസിന്റെ അന്വേഷണം എന്താവണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കുമെന്നാണ് തോമസ് ഐസക് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ അന്വേഷണ ഏജൻസികളുടെ പരമാധികാരത്തിന് മുകളിൽ ഇടപെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്? കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് കേന്ദ്രത്തിന്റെ കീഴിലുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ പലപ്പോഴായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ അഴിമതി ചെയ്യുന്നുണ്ടോ, തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധന CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി, ഏതെങ്കിലും ഒരു BJP നേതാവ് ഈ അന്വേഷണ ഏജൻസികളെ തടയുമെന്നോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാൻ പാടുണ്ടോ? അന്വേഷണ ഏജൻസികളുടെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷിക്കാനുള്ള അധികാരത്തിന്മേൽ ഇവിടെ തോമസ് ഐസക്കും കേരളത്തിലെ മന്ത്രിസഭയും ഒക്കെ കയറി അവരെ അന്വേഷിക്കുന്നത് വിലക്കുകയാണ്. ഇപ്പൊ പറയുന്നത് KSFE ആഭ്യന്തര ഓഡിറ്റ് നടത്തുന്നതാണ്. KSFEയിൽ നടന്നിട്ടുള്ള ക്രമക്കേട് KSFE തന്നെ അന്വേഷിക്കും എന്നാണ് ഇപ്പോ തോമസ് ഐസക് പറയുന്നത്. ഇതിലും ഭേദം ആ ശ്രീമതി ടീച്ചറേയും ഗോവിന്ദൻ മാഷയും വെച്ചൊരു കമ്മീഷൻ വെക്കുകയായിരുന്നു. ഇതിലും ഭേദം അത് ചെയ്യായിരുന്നു. പാർട്ടി എന്ത് തെറ്റിയാലും പാർട്ടി തന്നെ അന്വേഷിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നിട്ട് അവസാന റിപ്പോർട്ട് വരും, ജാഗ്രത കുറവ് അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ പീഡനം. ഇതാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്ന ഈ സാധനങ്ങളെ കേരളത്തിൽ നിന്ന് വലിച്ചെറിയാൻ സമയമായി. നേരത്തെ അമിത്ഷാ വന്നിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ വലിച്ചു താഴെയിടണം എന്ന് പറഞ്ഞപ്പോ അതിന് പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി? ഈ തടി പോരാട്ടവും അല്ലേ? അമിത്ഷായുടെ തടി പോരാ എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അമിത്ഷായുടെ തടി മതി ഇവന്മാരെ വലിച്ച് താഴെയിടാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംസ്ഥാനം ചെന്നപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് തിരിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക പരാധീനതയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം ചെന്നപ്പെട്ടിരിക്കുന്നത്. ഈ CPM ഭരിച്ച് കോൺഗ്രസ് ഭരിച്ച് കേരളത്തെ മുച്ചൂടും മുടിച്ചിരിക്കുന്നു. 1980 ശേഷം മുന്നണി സംവിധാനങ്ങൾ വന്നതിന് ശേഷം എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കൾക്ക് 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനവും തുടങ്ങാൻ ഈ സംസ്ഥാന സർക്കാരുകൾക്കായിട്ടില്ല. ഒരു 10,000 പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു വലിയ വ്യവസായം കേരളത്തിൽ കൊണ്ടുവരാനേ സാധിച്ചിട്ടില്ല. കേരളത്തിൽ ആകെ നടക്കുന്നത് ഈ വിവാദ വ്യവസായങ്ങളല്ലാതെ മറ്റൊരു വ്യവസായവും കേരളത്തിൽ നടക്കുന്നില്ല. അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ജോലി കിട്ടാൻ കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്, വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികൾ, ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ വരെ ജോലി കിട്ടാൻ വേണ്ടി വിദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ പോകാൻ സാധിക്കാത്തവർ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സ്വന്തം വീടുകളിൽ തന്നെ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണ്ടേ? ഈ അവസ്ഥ മാറണ്ടേ? കേരളത്തിലും നല്ല രീതിയിൽ പഠിച്ചു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്ന വ്യവസായ സംരംഭങ്ങൾ വേണ്ടേ?
കേരളം മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ വ്യാവസായിക വികസനത്തിന്റെ ആവശ്യം ആദ്യമായി എടുത്തു പറഞ്ഞതാരാ? അത് ശ്രീനാരായണ ഗുരുദേവനാണ്. ചന്ദ്രിക സോപ്പും ഓട്ട് ഫാക്ടറിയും ഒക്കെ തുടങ്ങാൻ ഏത് കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ആഹ്വാനം ചെയ്തത് നിങ്ങൾ ആലോചിക്കണം. മലയാളികൾ സോപ്പ് തേച്ച് കുളിക്കാൻ ശീലിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ആഹ്വാനപ്രകാരം സോപ്പ് തുടങ്ങിയപ്പോഴാണ്, കമ്പനി തുടങ്ങിയപ്പോഴാണ്. പുല്ലുകൊണ്ട് വീട് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് മലയാളികൾ ഓട് മേയാനുള്ള ശീലം ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ആഹ്വാനപ്രകാരം ഓട്ട് കമ്പനി തുടങ്ങിയതിനു ശേഷമാണ്. ആ ഓട്ട് കമ്പനിയുടെ കണക്ക് നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കുമാരനാശാൻ ബോട്ട് മുങ്ങി മരിക്കുന്നത്. കേരളത്തിലെ ആധ്യാത്മിക നേതൃത്വം, ആധ്യാത്മിക ആചാര്യന്മാർ കേരളത്തിൽ വ്യവസായ വികസനത്തിന് വേണ്ടി വരെ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾ കേരളത്തിന് എന്ത് ചെയ്തു, എന്ത് നേട്ടമുണ്ടാക്കി, ഇത് നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വസ്തുത ബോധ്യപ്പെടുക. കേരളത്തിലും മാറ്റം വേണം, കേരളത്തിലും വികസനം വരണം. ആ വികസനത്തിന് വേണ്ടി കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വേണം, പുതിയ ഒരു മൂന്നാം ബദൽ വേണം. ആ ബദലിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകണം. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് BJPക്ക് അനുകൂലമായി ചിന്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലും നമ്മുടെ പഞ്ചായത്തിലും നടപ്പാക്കാൻ അതിന് കഴിയുന്ന ഒരു ജനപ്രതിനിധികളെയാണ് നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചത്.